വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് സാജിദ് മാസ്റ്റർ അവർ സ്വാഗതം ആശംസിച്ച തിരൂർ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി സുധീർ മാസ്റ്റർ അവർ തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മാനുക മാസ്റ്റർ, സംസ്ഥാന KSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഹമ്മദ് മാസ്റ്റർ, KSTU സംസ്ഥാന കമ്മിറ്റി അസോസിയേറ്റ് സെക്രട്ടറി KM അബ്ദുള്ള മാസ്റ്റർ, തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT അമീർ അവർ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ റൺസിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി KSTU എന്ന സംഘടന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇന്നേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ, നമ്മുടെ വിദ്യാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവാദമായ ഉത്തരവുകൾ പിൻവലിക്കുന്നത് വരെ സമരമുഖത്തേക്ക് ഇറങ്ങി ചരിത്ര വിജയം കൈവരിച്ച സംഘടനയാണ് KSTU എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. അതിന് ഒത്തിരിയേറെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇത്തരത്തിലുള്ള സംഘടനകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. പൊതുസമൂഹത്തിനും നമ്മുടെ വിദ്യാർത്ഥികൾക്കും നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സംഘടന മറ്റു സംഘടനകൾക്കൊക്കെ മാതൃകയാണ്. നമുക്കറിയാം, പ്രളയം വന്ന സമയത്ത്, അതുപോലെ തന്നെ കോവിഡ് വന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രയാസം വരുന്ന ഒരു സമയത്ത്, സഹജീവികൾക്ക് എന്തൊരു പ്രയാസം വരുന്ന സമയത്തും നമ്മോടൊപ്പം നിന്ന് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ് KSTU എന്നുള്ളതിൽ നമുക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. മാത്രവുമല്ല, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപകന്മാരാണ് നമുക്ക് മുന്നിലുള്ളത്. അവരെ കാണാതെ പോകാൻ ഒരിക്കലും സാധിക്കുകയില്ല. കൂടുതലായിട്ടൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഇനിയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനും സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ KSTU എന്ന സംഘടനയ്ക്കും അതിന്റെ ഭാരവാഹികൾക്കും സാധിക്കട്ടെ. വളരെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സമ്മേളനം സമ്മേളനത്തിന്റെ സമയത്തെക്കുറിച്ചും പദ്ധതികളുടെ കാര്യത്തെക്കുറിച്ചുമൊക്കെ സാധ്യതമാർഗമാണമൊക്കെ സൂചിപ്പിച്ചു പറയുന്നു. എന്തായാലും സംഘടന നമ്മളുടേതാണ്. ഈ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും നേടാനായി നടത്താനായി. തിരുത്തൽ ഒരു ശക്തിയായി നിൽക്കുന്നതും ഈ സംഘടനയാണ്. കലാലയത്തിന്റെ കാലത്തേക്കുള്ള മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ പറഞ്ഞറിയിക്കുന്നത് ഈ സംഘടനയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എല്ലാവർക്കും കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി എന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. സ്കൂളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ എണ്ണം കൂടിയതിന്റെ കാര്യത്തിൽ എണ്ണം കൂടിയിട്ടുള്ളത് ശരിയാണ്. സാങ്കേതികമായ കാര്യങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ കാരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാരണങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. ഈ നാട്ടിൽ ഉണ്ടായ സാമ്പത്തികമായ പരാധീനതയുടെ പേരിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികളെ തിരിച്ച് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് തൊട്ടുനിരോധനവും GST വന്നതിലൂടെ ഉണ്ടായ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിൽപ്പെട്ട് ഉണ്ടായ പ്രയാസങ്ങളുടെ
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കെട്ടിടമുണ്ടാക്കുന്നതിനകത്ത് ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായി വരേണ്ടുന്ന മാറ്റങ്ങൾക്ക് ആധാരമാണ് എടുക്കുന്ന നിലപാടുകളുടെ ഭാഗമായാണ് അത്തരം വികസനങ്ങളുടെ വർധനവുണ്ടാകുക. എല്ലാ സ്കൂളുകളിലും കെട്ടിടമുണ്ടാക്കുക എന്നൊരു നിലപാടുള്ളത്, നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്ന നിലപാടാണ് കുറ്റങ്ങളുടെയും മറ്റ് ഗവൺമെന്റുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് പിന്നിലുള്ള ഒരുപാട് വർഷങ്ങളെടുത്ത് പരിശോധിച്ചാൽ നടന്നിരിക്കുന്ന സാമ്പത്തികമായ നിലപാടുകൾ വളരെ വലുതാണ് എന്ന് പറയാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നു. അങ്ങനെയുള്ള ചില പരിഷ്കാരങ്ങളിലൂടെ ഒരുപക്ഷെ വരുത്തിവെച്ച ആ പരിഷ്കാരങ്ങളെക്കാളേറെ കൂടുതൽ പ്രചരണപരമായ മാധ്യമപരമായ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ, സമൂഹത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ അവരുടെ ആ റിസോഴ്സ് ഉപയോഗപ്പെടുത്താൻ ഇടതുപക്ഷത്തിനായി എന്നതിൻ്റെ ഭാഗമായി അത് വലിയ ഒരു പ്രചരണമായി, അതൊരു മാറ്റമായി സമൂഹത്തിന് കാണപ്പെടാൻ സാധിക്കാവുന്ന തരത്തിൽ എത്തപ്പെടുത്താൻ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അനുകൂലികളായ അധ്യാപകർക്കും അതിന്റെ സംഘടനക്കാർക്കും ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് എന്നത് വസ്തുനിഷ്ഠമായ കാര്യം. നമുക്ക് അങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കഴിയില്ല. നമ്മുടെ ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിലും നമ്മുടെ കാലഘട്ടങ്ങളിലും നമ്മൾ സ്വന്തമായി ജീവിതം നടത്തുന്ന കാലഘട്ടങ്ങളിലും അതിൻ്റെ ഒരു പ്രചരണ പ്രവർത്തനം സമൂഹത്തിന്റെ ഇടയിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തകന്മാർക്കിടയിലേക്ക് എത്തിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നതിനപ്പുറത്ത് മെനക്കെടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ അത് എത്തിപ്പിക്കാനുള്ള ഒരു പ്രയത്നം നമ്മൾ അത് നിർവഹിക്കില്ല എന്ന് നമുക്ക് പറയാം. അത് ജനാധിപത്യ മുന്നണിയിലെ ഒരു പോരായ്മ തന്നെയാണ്. നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാം. കേരളീയവുമായി ബന്ധപ്പെട്ട സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ വീടാന്തരവും അതിന്റെ വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചപ്പാടിന്റെ അനിവാര്യത ഓരോ വീടുകളിലും ഇത്ര ശക്തിയായി എതിർപ്പ് ഉണ്ടാകുന്ന സമയത്ത് പോലും എത്തിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും അത് ശരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യാൻ അവർക്ക് കഴിയുന്നു എന്നതാണ് വസ്തുത. പക്ഷെ അതിന്റെ യഥാർത്ഥമായ വശം വളരെ വികലമാണ് എന്നത് നമുക്കറിയാം, പഠിച്ചവർക്കറിയാം, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതിനെ എത്തപ്പെടാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു മുന്നോക്കം ഉണ്ടാക്കുന്നത് എവിടെയാണ് നമ്മൾ അതിനെ ശക്തമായി എതിർക്കേണ്ടത് എന്നും പരിശോധിക്കുകയും മനസ്സിലാക്കുകയും വിശകലനം ചെയ്യുകയും അത് യാഥാർത്ഥ്യബോധത്തോടുകൂടി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു ഉത്തരവാദിത്തമുള്ള സംഘടനയാണ് ASTU എന്നും നിങ്ങൾ ഓരോരുത്തരും സ്വയംബോധം ഉൾക്കൊള്ളുന്നവരാകണം എന്ന് സന്ദർഭോചിതമായി സൂചിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. എനിക്ക് ഓർമ്മയില്ല 1980 അറബി ഭാഷാ നിയമമായി ഡിക്ലറേഷൻ, ക്വാളിഫിക്കേഷനും അക്കോമഡേഷനും ഒക്കെ പറഞ്ഞുകൊണ്ട് നിയമം കൊണ്ടുവന്നപ്പോൾ അന്നത് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നവർക്ക് പോലെ പല വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നിരുന്ന ആളുകൾക്ക് പോലും അതിന്റെ കൃത്യമായ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതിനെ എതിർക്കുന്ന മുസ്ലിം ലീഗിനും ജനാധിപത്യ മുന്നണിക്കും വരെ എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് ഡിക്ലറേഷൻ, അല്ലെങ്കിൽ എന്താണ് അക്കോമഡേഷൻ, എന്ത് നഷ്ടമാണ് ഇവിടെ വരാനിരിക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ബോധവും വളരെ കൃത്യമായി ഉണ്ടായിരുന്നില്ല. പക്ഷേ KPF എന്ന് പറയുന്ന സംഘടന അതിലേറെ അപ്പുറത്തേക്ക് കടന്നു പറഞ്ഞാൽ കൊളത്തൂത്തി മുഹമ്മദ് വളരെ കൃത്യമായി അത് പഠിച്ച് അനുദാതനായ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന CH മുമ്പിൽ വളരെ കൃത്യമായി അവതരിപ്പിച്ച് അത് ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് നയനാരുടെ മുമ്പിൽ പോയി പോലും അത് കൃത്യമായി പറഞ്ഞ് അവതരിപ്പിച്ച് അതിലേക്ക് ഒരു സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും രാഷ്ട്രീയ
ചിന്തയെ അതിലേക്ക് കൊണ്ടുചെന്ന് വരികയാണ്, അതിലേക്ക് കൊണ്ടുവരികയാണ്. സി എച്ചിനെ പറയാനും സി എച്ചിനെ പറയിപ്പിക്കാനും സി എച്ചിനെ സമൂഹത്തിൽ അവതരിപ്പിക്കാനും സി എച്ചിന് വളരെ ആർജവത്തോടു കൂടി അതാണ് ശരിയെന്ന് പറയാനുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ ഒരു ദാർശനികത, അല്ലെങ്കിൽ ഒരു ഐശ്വര്യത, അല്ലെങ്കിൽ അതിന്റെ ഒരു വിവരം നൽകിയത് ഏരിയവും അധികാരപ്രവൃത്തിയും വരവയുമാണ്. അവിടെ നിന്നാണ് സി എച്ച് ഏറ്റെടുക്കുന്നത്, അവിടെ നിന്നാണ് സമുദായം ഏറ്റെടുക്കുന്നത്, അവിടെ നിന്നാണ് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നത്, അവിടെ നിന്നാണ് അവരുടെ രണാങ്കണത്തിലേക്ക് മുസ്ലിം ലീഗ് ഉയർത്തിയും പോകുന്നത്. ഞാൻ പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും അറിയുകയും അത് അറിയേണ്ടവരെ പ്രതികരിക്കേണ്ടവരുടെ മുന്നിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് ഈ രംഗത്ത് KSTU ആണ്. അതിന്റെ സംസ്ഥാനപരമായി നിങ്ങളും നിയമസഭാ സാമാജികരും നിങ്ങളും ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന നേതാക്കളും മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും തമ്മിലായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ സ്വയം വിശകലനം നടത്താം. അത് നിയമസഭയിലായാലും നിയമസഭയിലാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും നടപടികളും ഒക്കെ വരുന്നത്. അത് ഞങ്ങളെ പോലെ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിലേക്ക് ഏറ്റവും കൂടുതൽ പരിണതപ്രജ്ഞരായ നിങ്ങളാണ് ഞങ്ങളെ അതിലേക്ക് ബോധ്യപ്പെടുത്തേണ്ടത് എന്ന ഒരവബോധം നിങ്ങൾക്ക് സ്വയം ഉണ്ടാകുമ്പോൾ, നിങ്ങളത് നിർവഹിക്കുമ്പോൾ ഈ പരസ്പരമുള്ള ഈ കൂട്ടായ്മയും ഈ ബന്ധവും നിലനിർത്തിക്കൊണ്ട് നാളെ സമൂഹവും സമുദായവും നേരിടാനിരിക്കുന്ന വലിയ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് സംശയം. അത് നിർവഹിക്കാൻ ആരാ ബന്ധപ്പെട്ടവർ? നിങ്ങളാണ് ബന്ധപ്പെട്ടവർ, നിങ്ങളാണ് ബന്ധപ്പെട്ടവർ. നമുക്ക് സ്കൂൾ വിട്ട് നമ്മൾ